പാർട്ട് 1ൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇടുന്നത്. കാരണം നേരത്തെ ആ വീഡിയോ ലെങ്ത് കൂടുതലായത് കാരണമാണ് ഞാൻ 2 പാർട്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നീലഗിരി എസ്റ്റേറ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കട്ടെ. നിറയെ ടീ പ്ലാന്റാണ് കേട്ടോ. അവിടെ മുഴുവനും എന്താ ഇത് മുഴുവൻ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചായ കാപ്പി അത് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഒരു കോഫിയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ കട കാണിച്ചത്. ഇത് കണ്ടോ, അത് നല്ല ടീ പ്ലാന്റ് കംപ്ലീറ്റ് കുറേ സ്ഥലങ്ങളോളം നമ്മൾ പോകുന്ന വഴിയിൽ കുറേ ഇത് ടീ പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിർത്തിയത് പറഞ്ഞാൽ നമ്മൾ നുങ്ക് വാങ്ങി കഴിക്കാനായിട്ട്, അതിൻ്റെ പേര് എന്താ പറയുക, ഒരു പനന്നുങ്ക് പറയില്ലേ, അത് വാങ്ങി കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ കഴിച്ച് അതൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ റെക്കോർഡായി പോയില്ല. പിന്നെ നമ്മൾ നേരെ പോവുകയാണ്. നേരെ കയറിയത് മുതുമലൈ ഫോറസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഈ പോണ വഴി മുതുമലൈ ഫോറസ്റ്റിലേക്ക് നമ്മളിപ്പോൾ കയറും. ഫോറസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവുക, പലതിനും കാണുന്നുള്ളതാണല്ലേ. പക്ഷേ ശരിക്കും ഞങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ബന്ദിപ്പൂരൊക്കെ അങ്ങനെ പോണ സമയത്ത് പലതിനും കണ്ടു എന്നൊക്കെ. അങ്ങനെ പോണ വഴിയിൽ നമ്മളിങ്ങനെ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു ആന ലെഫ്റ്റ് സൈഡിൽ അത് ക്രോസ് ചെയ്ത് പോയപ്പോൾ വണ്ടികളൊക്കെ നിർത്തിയിട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വലിയൊരു സാധനം നിൽക്കണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ദൂരം പോയപ്പോൾ ഒരു വണ്ടി കൂടി നിർത്തുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മാന് ക്രോസ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ നിറയെ മാങ്കൂട്ടങ്ങൾ. അങ്ങനെ 1-2 ഇപ്പോൾ കണ്ടു എന്നുള്ളത് പറയാം. ഒരു കുരങ്ങനെ കണ്ടു, ആനയെ കണ്ടു, പിന്നെ കുറച്ച് മാങ്കൂട്ടങ്ങളെയും കണ്ടു. മയിലും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ മുതുമലൈ ഫോറസ്റ്റിൽ നിന്ന് പോയി പുറത്ത് കിടന്ന് പിന്നെ അടുത്തത് നമ്മൾ പോകണത് പറഞ്ഞാൽ ബന്ദിപ്പൂർ റോട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ കാണുന്നുള്ളത് അറിയില്ല. നമ്മൾ ഇതൊക്കെ ബന്ദിപ്പൂർ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ അവിടേക്ക്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇനി അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കണം. അപ്പോൾ ഒരു ആനേനെയും മാനിനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇനി ഒരു ആനയെ കാണുമെന്നൊന്നും നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ആ പോയ സമയവും പിന്നെ അവരൊക്കെ ഇറങ്ങുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിനൊക്കെ നമ്മൾ ആ പുലർച്ചെ വൈകുന്നേരം അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാരണം അവർ പുറത്ത് കൂടെ ഇറങ്ങി നടക്കുമല്ലോ. ഇതിപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ കണ്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഇതിലേക്ക് കയറിയിരിക്കുകയാണ്, ടൈഗർ റിസർവിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ബന്ദിപ്പൂർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഉണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് 2ാമത്തെ ഗേറ്റാണ് കേട്ടോ. അത് ഇവിടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അനിമൽസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, വണ്ടി നിർത്താൻ പാടില്ല, അങ്ങനെ ഒരുപാട് സ്പീഡ് പോകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂരൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മൈസൂർ റോഡിലേക്ക് കയറാൻ പോവുകയാണ്. പുതിയ മൈസൂർ റോഡ് വന്നിട്ടുണ്ടല്ലോ, കുറേ വലിയ 4 വരി, 5 വരി, ഭയങ്കര നീളത്തിൽ. അപ്പോൾ അത് കാണണം എന്നും കൂടി ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർ പോകണേ. അപ്പോൾ അങ്ങനെ നമ്മൾ മൈസൂർ റോഡിലൊക്കെ കയറി നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല, നല്ല അടിപൊളിയായിരുന്നു, നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.